നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പാലിക്കണം പ്രിയപ്പെട്ടവരെ. അതായത് ചിലരൊക്കെ പറയും, എന്നെ ആ വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബം വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇഴയടുപ്പമുള്ള ബന്ധങ്ങളായിരുന്നു. എന്നാൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മുറിവേൽപ്പിച്ചപ്പോൾ പിന്നെ അടുക്കാൻ പറ്റാത്ത അവസ്ഥ. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അടുക്കണമെന്ന് ആഗ്രഹം തോന്നി. പക്ഷേ ഇത്രയും നാളുകൾ സമ്മാനിച്ച ആ വൈരാഗ്യം, ദേഷ്യം അതിങ്ങനെ ഒരു ലഹരിയായിട്ട് മനസ്സിൽ കടന്നു. പിന്നെ അവരോടൊന്നും മിണ്ടാനോ സ്നേഹത്തോടെ പെരുമാറാനോ സാധിച്ചിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് സമയം പാഴാക്കുന്നത്? എന്തിനാണ് ഇത്രമാത്രം കാത്തിരിക്കുന്നത്? കാരണം ജീവിതം ഹ്രസ്വമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപക്ഷെ ആരോടെങ്കിലും അകൽച്ചയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനമോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളത്തേക്ക് നീട്ടിവെക്കരുതേ, ഇപ്പോൾ തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വാക്കുകൾ കൊണ്ടുള്ള പ്രഹരം, അതിൻ്റെ മൂർച്ച അത് വലുതാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ വാക്കുകൾ നിയന്ത്രണ വിധേയമായിട്ട് മാറട്ടെ. ഇനി മനസ്സിലെ ചിന്തകൾക്ക് ഒന്ന് കടിഞ്ഞാണിടാൻ സാധിച്ചാൽ, അതിനെ സുന്ദരമാക്കി മാറ്റുവാൻ സാധിച്ചാൽ ജീവിതം കുറച്ചും കൂടെ സുന്ദരമായി തീരുകയാണ് ചെയ്യുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ക്ഷമാശീലൻ കരുത്തിനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാൾ വലുതാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഭംഗിയുള്ള വാക്കുകളായിട്ട് മാറുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ആ മനസ്സിനെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ വാക്കുകൾ മറ്റുള്ളവർക്ക് ശക്തി പകർന്നു കൊടുക്കുകയുള്ളൂ, പ്രകാശം കൊടുക്കുകയുള്ളൂ, പ്രതീക്ഷ പകർന്നു കൊടുക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ മനസ്സ് ശാന്തമായി തീരണം. മനസ്സ് ശാന്തമായി തീരണമെങ്കിൽ ജീവിതത്തിൽ സന്തോഷിക്കുവാനായി ഞാനും നിങ്ങളുമൊക്കെ സമയം കണ്ടെത്തണം. നാളെ എന്ന് നീട്ടിവെക്കാൻ ഒരു കാരണവശാലും പാടില്ല. എനിക്ക് ബിസിനസ്സിൽ ഏർപ്പെട്ട പല കുടുംബങ്ങളെയും വ്യക്തികളെയും അറിയാം. അവരൊക്കെ പറയാറുണ്ട്, ഓരോ ദിവസവും നല്ല വരുമാനം ലഭിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല, കൂടുതൽ ലഭിക്കണമെന്ന വലിയൊരു ആഗ്രഹമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 24 മണിക്കൂറും ജോലി ചെയ്യുന്നു. ഇത് ഒരു അത്ഭുതകരമായൊരു പ്രതിഭാസമല്ല പ്രിയപ്പെട്ടവരെ. കാരണം 12 മുതൽ 16 മണിക്കൂർ വരെയൊക്കെ ജോലി ചെയ്യും. പിന്നെ ഉറങ്ങാനുള്ള സമയങ്ങളും ലെഷർ ടൈമൊക്കെ ഉണ്ട്. അപ്പോഴുമൊക്കെ ഈ ജോലിയും ജോലി ഭാരവും ഒക്കെ വഹിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ ഭാരമൊന്നും താഴെ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മനസ്സ് ശാന്തമാകണമെങ്കിൽ നമ്മൾക്ക് പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങുവാനായിട്ട് സാധിക്കട്ടെ. വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നപ്പോൾ അവിടെ കണ്ട ചില കാര്യങ്ങളൊക്കെ എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. ആഴ്ചയുടെ അവസാനമോ അല്ലെങ്കിൽ മാസത്തിലൊന്നൊക്കെ ഓരോ കുടുംബങ്ങളും മക്കളുമായി, ഗ്രാൻഡ് പേരൻസുമായി പാർക്കിലേക്ക് പോവുക, കടൽ തീരത്തേക്ക് പോവുക, ചില തടാകങ്ങളിലൊക്കെ പോയി ബോട്ട് സവാരി നടത്തുക, പാർക്കുകളിലൊക്കെ പോയി ചെടികളും വൃക്ഷങ്ങളുമൊക്കെ കണ്ട് ആ പ്രകൃതിയെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിലും അങ്ങനെയുള്ള ഒരു സംസ്കാരം വർദ്ധിച്ചു വരുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കട്ടെ.
മനസ്സിന് കടിഞ്ഞാൺ ഇടുവാൻ സാധിച്ചാൽ ഒരു നഗരം നമുക്ക് പിടിച്ചെടുക്കുവാൻ സാധിക്കും. അതെ, നമ്മുടെയൊക്കെ മുൻപിൽ വലിയ മല പോലെ നിൽക്കുന്ന ചില കാര്യങ്ങളിലെ പ്രതിസന്ധികളിലെ അതിനെയൊക്കെ നമുക്ക് പിടിച്ചെടുക്കുവാനായിട്ട്, കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ അസ്വസ്ഥത നിറഞ്ഞതായിട്ട് മാറും. പിന്നീട് അത് ദേഷ്യമായി പുറത്തേക്ക് വരുന്നു. വാക്കുകളുടെ മൂർച്ച കൂടിക്കൂടി ഓരോ പ്രാവശ്യവും വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, ഒരു വാക്കിന് ഒരു മനുഷ്യ വ്യക്തിയെ ഉയർത്താനും തളർത്താനും സാധിക്കുമെന്ന്. ആയതിനാൽ നമ്മുടെയൊക്കെ വാക്കുകൾ ശ്രദ്ധിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വചനം പറയുന്നു, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു എന്ന്. സ്നേഹമുള്ളവരെ, സൗമ്യമായ മറുപടി അല്ല എങ്കിൽ ആവേശത്തോടെ ദേഷ്യത്തോടെ നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ അത് എരുതിയിലേക്ക് എണ്ണയൊഴിച്ച അവസ്ഥ മാത്രമാണ് പ്രദാനം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സൗമ്യമായ മറുപടിയിലൂടെ നമ്മൾക്ക് ബന്ധങ്ങൾ പടുത്തുയർത്തുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ,